DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ഇൻകം ടാക്സ് നിയമങ്ങളും പണമായി 10,000 അല്ലെങ്കിൽ 20,000 ഒക്കെ നൽകുന്നവർ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും ഒപ്പം ATMിൽ നിന്നൊക്കെ പണം പിൻവലിക്കുന്നതിൽ വരുന്ന മാറ്റങ്ങളുമൊക്കെയാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ഇൻകം ടാക്സ് നിയമങ്ങൾ പണമിടപാടുകളിൽ വലിയ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത്. സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കുന്നതിനും കള്ളപ്പണ ഇടപാടുകൾ തടയുന്നതിനുമാണ് ആദായ നികുതി വകുപ്പ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ഒരു സാമ്പത്തിക വർഷം ബാങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതിന്റെ പരിമിതികളെക്കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം. ഇത് 2 സെക്ഷനായി തിരിച്ച്, അതായത് പാൻ കാർഡ് ഉണ്ടെങ്കിൽ എത്ര നിക്ഷേപിക്കാം, പാൻ കാർഡ് ഇല്ലെങ്കിൽ എത്ര നിക്ഷേപിക്കാമെന്ന് നോക്കാം. പാൻ കാർഡ് ഉള്ള വ്യക്തികൾക്ക് ഒരു സാമ്പത്തിക വർഷം തങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ പരമാവധി 10 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. ഈ പരിധി ലംഘിച്ചാൽ ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിൽ വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കറണ്ട് അക്കൗണ്ടുകളിൽ പാൻ കാർഡ് ഉള്ളവർക്ക് ഒരു സാമ്പത്തിക വർഷം 50 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ തുക നിക്ഷേപിക്കുന്നത് IT വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടും. ഇനി പാൻ കാർഡ് ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഇൻകം ടാക്സിന്റെ 2025 പുതുക്കിയ നിയമപ്രകാരം, അതായത് 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുന്ന ഈ നിയമപ്രകാരം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന പരമാവധി തുക 5 ലക്ഷം രൂപ മാത്രമായിരിക്കും. അഥവാ പാൻ കാർഡ് ഇല്ലാത്ത ഒരാൾ 5 ലക്ഷം രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളുടെ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യും. ഇതിനുശേഷം നിങ്ങൾക്കൊരു നോട്ടീസ് വന്നേക്കാം. നിങ്ങളുടെ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ SMS ആയിട്ടോ മെയിലായിട്ടോ നിങ്ങൾക്ക് ഈ നോട്ടീസ് വന്നേക്കും. ഏറ്റവും പുതിയ നിയമപ്രകാരമാണ് ഈ ഒരു പുതിയ രീതി ഇംപ്ലിമെന്റ് ആവാൻ പോകുന്നത്. ഇത്തരത്തിൽ ബാങ്ക് ഇൻകം ടാക്സിന് ഇത് റിപ്പോർട്ട് ചെയ്താൽ ഇക്കാര്യം വരുന്നത് റൂൾ 237 SFTയുടെ താഴെയാണ്, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിക്കഴിഞ്ഞാൽ ഇൻകം ടാക്സ് പ്രധാനമായും ചോദിക്കുന്നത് നിങ്ങളുടെ പണത്തിന്റെ സോഴ്സ് എന്താണ് എന്നതാണ്. നിക്ഷേപിച്ച പണത്തിന്റെ കൃത്യമായ രേഖകളോ സോഴ്സോ കാണിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ തുക അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷായി കണക്കാക്കും. ഇത്തരത്തിൽ 84% വരെ നികുതിയും ഒപ്പം പിഴയും ഒടുക്കേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ പണത്തിന് സോഴ്സ് വെളിപ്പെടുത്താൻ സാധിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. വരാൻ പോകുന്ന മറ്റൊരു പുതിയ നിയമം എന്നത് സെക്ഷൻ 393 പ്രകാരമുള്ള ക്യാഷ് വിഡ്രോവൽ റൂൾസ്, അതായത് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. TDS മുഖാന്തരം പണം പിൻവലിക്കൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി ട്രാക്ക് ചെയ്യും. ITR ഫയൽ ചെയ്യാത്തവർക്ക് ഒരു വർഷം പിൻവലിക്കാവുന്ന പരമാവധി തുക 20 ലക്ഷമാണ്. ഇതിൽ കൂടുതൽ പിൻവലിച്ചാൽ TDS ബാധകമാകും. 1 കോടിക്ക് മുകളിൽ പിൻവലിക്കുന്നവർക്ക് 5% TDS നൽകേണ്ടി വരും. ഇനി നിങ്ങൾ തുടർച്ചയായി ITR ഫയൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി ടാക്സ് എല്ലാം അടക്കുന്ന ഒരാളാണെങ്കിൽ 1 കോടി രൂപ വരെ നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അഥവാ 1 കോടി രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ പിൻവലിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2% കൊടുക്കേണ്ടതായി വരും. അതുപോലെ തന്നെ ഡിഡക്റ്റ് ചെയ്ത TDS ITR ഫയൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ട്രാൻസാക്ഷനുകളെല്ലാം IT ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതാണ്. ഇനി നിക്ഷേപിക്കലും പിൻവലിക്കലും അല്ലാതെ മറ്റ് ചില ക്യാഷ് ലിമിറ്റുകളും ഉണ്ട്. പലപ്പോഴും ആളുകൾ ഇത് അവർ പോലും അറിയാതെ തന്നെ വയലേറ്റ് ചെയ്യുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് വലിയ പിഴ നൽകുന്നതിന് വഴിതെളിച്ചേക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിക്ക് ഒരു ദിവസം ഒരാളിൽ നിന്നും 2 ലക്ഷം രൂപയിൽ കൂടുതൽ പണമായി സ്വീകരിക്കാൻ അനുവാദമില്ല. ഈ നിയമം ലംഘിച്ചാൽ സ്വീകരിച്ച തുകയുടെ 100% പിഴയായി നൽകേണ്ടി വരും. അതോടൊപ്പം ഭൂമിയോ വീടോ വാങ്ങുമ്പോൾ 20,000 രൂപയിൽ കൂടുതൽ തുക ടോക്കൺ അഡ്വാൻസായോ മറ്റോ പണമായി നൽകാൻ പാടില്ല. വസ്തു ഇടപാട് റദ്ദാക്കി പണം തിരികെ നൽകുമ്പോഴും ഇതേ നിയന്ത്രണം ബാധകമാണ്. അതോടൊപ്പം 20,000 രൂപയിൽ കൂടുതൽ തുക ലോണായി വാങ്ങുന്നതിനോ തിരികെ നൽകുന്നതിനോ പണം ഉപയോഗിക്കാൻ പാടില്ല. നിയമലംഘനം നടത്തിയാൽ കൈമാറ്റം ചെയ്ത തുകയുടെ 100% പിഴയായി ഈടാക്കും. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിയമത്തിലും മാറ്റം വന്നിട്ടുണ്ട്. അതായത് വാടക വീടുകൾക്കോ മറ്റോ നൽകുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകൾ 20,000 രൂപയിൽ കൂടുതൽ പണമായി നൽകരുത്. വൈറ്റ് മണിയാണെങ്കിലും ബ്ലാക്ക് മണിയാണെങ്കിലും നിശ്ചയിച്ച പരിധിക്ക് മുകളിലുള്ള പണമിടപാടുകൾ ശിക്ഷാർഹമാണ്. അടുത്തത്, ബിസിനസ് ആവശ്യങ്ങൾക്കായി ഒരാൾക്ക് ഒരു ദിവസം 10,000 രൂപയിൽ കൂടുതൽ പണമായി നൽകിയാൽ ആ തുക ബിസിനസ് ചെലവായി കണക്കാക്കില്ല. ഇത് ബിസിനസ് ലാഭം വർദ്ധിപ്പിക്കുകയും അതുവഴി കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരികയും ചെയ്യും. ഏപ്രിൽ 1, 2026 മുതൽ ബാങ്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻകം ടാക്സ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമങ്ങളാണ് ഇവയൊക്കെ. അടുത്ത അറിയിപ്പ്, സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കുന്നതിന് ഏപ്രിൽ 1 മുതൽ ഓൺലൈൻ ഇടപാടുകളിൽ മാറ്റം വരികയാണ്. പുതിയ RBI ചട്ടം അനുസരിച്ചാണ് മാറ്റം വരുന്നത്. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിനായി കർശന ഒതന്റിക്കേഷൻ വ്യവസ്ഥകളാണ് നടപ്പാക്കാൻ പോകുന്നത്. ഏപ്രിൽ 1 മുതൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ആവാസ വ്യവസ്ഥയിലാണ് പുതിയ സുരക്ഷാ നവീകരണം വരുന്നത്. റോഡരികിലെ ചായക്കടകൾ മുതൽ വലിയ റീറ്റെയിൽ പർച്ചേസ് വരെയുള്ള ദൈനംദിന പണമിടപാടുകൾ QR കോഡുകളിലൂടെയും മൊബൈൽ ആപ്പുകളിലൂടെയുമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇത്തരം ഇടപാടുകളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നത്
ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് പുതിയ വ്യവസ്ഥ RBI കൊണ്ടുവന്നത്. ഇടപാടുകളെ ഒരുവിധത്തിലും ബാധിക്കാത്ത വിധം സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളാണ് RBI സ്വീകരിച്ചത്. അടുത്ത അറിയിപ്പ് RBIയുടെ പുതിയ നിർദ്ദേശപ്രകാരം ATM ഇടപാടുകൾക്കുള്ള ചാർജുകളിൽ വരുത്തിയ മാറ്റങ്ങളാണ്. പ്രധാനമായും സൗജന്യ പരിധി കഴിഞ്ഞുള്ള ATM ഇടപാടുകൾക്ക് ഈടാക്കുന്ന തുക 21 രൂപയിൽ നിന്ന് 23 രൂപയായി വർദ്ധിപ്പിച്ചു. സ്വന്തം ബാങ്കിന്റെ ATMകളിൽ നിന്ന് പ്രതിമാസം 5 സൗജന്യ ഇടപാടുകൾ നടത്താം. മറ്റ് ബാങ്കുകളുടെ ATMകൾ ഉപയോഗിക്കുമ്പോൾ മെട്രോ നഗരങ്ങളിൽ 3 ഇടപാടുകളും നോൺ മെട്രോ നഗരങ്ങളിൽ 5 ഇടപാടുകളുമാണ് സൗജന്യമായി ലഭിക്കുക. ഈ പരിധി കഴിഞ്ഞാൽ ഓരോ അധിക ഇടപാടിനും, അതായത് പണം പിൻവലിക്കൽ, ബാലൻസ് പരിശോധന തുടങ്ങിയവയ്ക്കുൾപ്പെടെ പുതിയ നിരക്ക് ബാധകമാകും. ATM പ്രവർത്തന ചിലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ബാങ്കുകൾക്ക് ചാർജ് കൂട്ടാൻ RBI അനുമതി നൽകിയത്. പണം പിൻവലിക്കുന്നതിനു പുറമെ കാർഡ് ഉപയോഗിക്കാതെ UPI വഴി പണം പിൻവലിക്കുന്നതിനും ബാങ്കുകൾ ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില ഡെബിറ്റ് കാർഡുകൾക്ക് ദിവസം തോറും ATMൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയിൽ പരിധി കുറച്ചതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊണ്ടുവരുന്ന മാറ്റം. നിലവിൽ 1 ലക്ഷം രൂപ വരെ പിൻവലിക്കാവുന്ന കാർഡുകളിൽ പുതിയ പരിധി 50,000 രൂപയായിരിക്കും. ഉയർന്ന പരിധിയിലുള്ള കാർഡുകളിൽ 1.5 ലക്ഷം രൂപയിൽ നിന്ന് പരിധി 75,000 രൂപയായും കുറച്ചിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പ്ലാറ്റിനം, സെലക്ടഡ്, ഗോൾഡ് കാർഡുകളിലാണ് ഉയർന്ന തുക പിൻവലിക്കാൻ അനുവദിച്ചിരുന്നത്. ഏപ്രിൽ 1 മുതലാണ് ഈ മാറ്റങ്ങൾ നിലവിൽ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.